ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നമ്മുടെ മോളീസ് കിച്ചൺ ഗാർഡിൽ നിൽക്കുകയാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ അതേ നോക്കിയേ, അന്ന് ഞാനെല്ലാം കാണിച്ചു തന്നല്ലോ. അപ്പോൾ അതിൽ അമരക്കയുടെ ചെടി കാണിച്ചിരുന്നു. അപ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് വളർന്ന് ടെൻഡറായിരുന്നു. അപ്പോൾ അതെല്ലാം നല്ല വിളഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചിട്ട് പ്ലേറ്റുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ഇന്നൊരു കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ. നമ്മുടെ നേരെ ടെറസ് കിച്ചണിലേക്ക് പോകുന്നു. ഇവിടുന്ന് നമുക്ക് അമരക്ക പറിച്ചിട്ടു. അപ്പോൾ അമരക്കയുടെ കാര്യം പറഞ്ഞാൽ ചീനി അമരക്ക എന്ന് പറയണം എന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ ചീനി അമരക്ക ഇത് സാമ്പാറിലിടും, തോരൻ വയ്ക്കും. അതൊരു സ്പെഷ്യൽ തോരനാണ് ഞാനിന്ന് വെച്ച് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് പറിക്കാം. അത് നോക്കിയേ, ഇത് ശരിക്കും നല്ലതായിട്ട് വിളഞ്ഞു, നല്ല ഒന്നാം തരമായിട്ട് വിളഞ്ഞു. അപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കിയെടുത്താൽ മതി. കട്ട് ചെയ്തെടുക്കാം വേണമെങ്കിൽ. ചെറുതുമൊക്കെ നിൽക്കുന്നുണ്ട്. ഇതിലിപ്പോൾ വിളഞ്ഞത് മാത്രം ഞാനിങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കും. ആ മേളിലേക്കും ഉണ്ട്, ദേ നോക്കി കണ്ടോ, മേളിലേക്ക് നിൽക്കുന്നത്. ഒരു ചെടിയിൽ നിന്നാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്. വിളഞ്ഞത് നോക്കി ഞാൻ പറിക്കുക. ഈ ഒരു ചെടിയുടേത്, പിന്നെ ചെറുത് പിഞ്ചായിട്ടുള്ളതൊക്കെ ഉണ്ട് കേട്ടോ, ടെൻഡറായിട്ട്. അതൊരു എനിക്ക് തോന്നുന്നു ഒരു 2-3 ദിവസം കഴിയുമ്പോൾ അതും റെഡിയാകും. പിന്നെ ഇവിടെ 2 ഉണ്ട്, 2 മരമുണ്ട്, 2 ചെടീസ്. ഇതും വിളഞ്ഞ് നിൽക്കുവാണ്. ദേ നോക്കിയേ, അതൊന്നും പറിക്കാം. ഇനി ഇതെല്ലാം ദേ വളഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഇതിലാവശ്യം പോലെ ഉണ്ട്. ഇനി ഇതിനകത്തും ഉണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഇനി ഒരാഴ്ചയ്ക്കുള്ളിൽ കറക്റ്റായിട്ട് പാകമായി വരും. അപ്പോൾ അടുത്ത റൗണ്ട് നമുക്ക് എടുക്കാം. പൂക്കുന്നുണ്ട്. അങ്ങനെയല്ല, അങ്ങനെ നമ്മുടെ അമരക്ക, എന്താ ചീനി അമരക്ക എന്ന് പറയുന്ന ഇതൊക്കെ സംഭവം റെഡി. ഇത്ര പോലെ ധാരാളം. 2-3 ചെടിയേ ഉള്ളൂ. അതിൽ നിന്നും മാക്സിമം വിളവ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ എല്ലാത്തിനെയും പടർത്തിയൊക്കെ വിടിപ്പിക്കുക. വളർച്ച പല പല സ്റ്റേജസിലേക്ക് പിന്നെയും കയറിക്കൊണ്ടിരിക്കുന്നു. 1-2 പച്ചമുളകും കൂടെ അങ്ങ് എടുത്തേക്കാം. ഓക്കെ, ഇനി പച്ചമുളക് അവിടെ നിന്ന് 2 എടുത്തു. ഒരുപാടൊന്നും വേണ്ട എങ്കിലും. ഇപ്പം എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഈ 2-3 പച്ചമുളക്, ഈ ചെടികൾ ഭയങ്കര എരിവാണ്. ഞാൻ കുറേ മുളക് പറിച്ചു. ഇപ്പം എന്താ പുതിയ പരിപാടി എന്താ വെച്ചാൽ, ഇതിനകത്ത് കുറേ ഇങ്ങനെ പഴുത്ത് നിൽക്കില്ലേ, ഒരുപാട് റെഡ് കളറിലെ, അത് കുറച്ച് കൂടുതലാകാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യും. നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞിട്ട് അതിനെല്ലാം പറിച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി വറ്റൽ മുളക് തയ്യാറാക്കലാണ് ഇപ്പോഴത്തെ ജോലി. അപ്പോൾ ഇനി വറ്റൽ മുളകും കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട. അതായത് ഡ്രൈ റെഡ് ചില്ലീസ്, കടുക് താളിക്കാനും വറ്റൽ മുളക് അരയ്ക്കുന്ന കറികളിലൊക്കെ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ആവശ്യത്തിനായി. ഇനി ഇതിനകത്തേക്ക് ഞാൻ 2-3 കാര്യങ്ങളും കൂടി ചേർത്താൽ മതി. സവാള അല്ലെങ്കിൽ കൊച്ചുള്ളി, അത് ഏതെങ്കിലും ഒരു കാര്യം, പിന്നെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്തിട്ടുണ്ടാക്കാം. അപ്പോൾ നേരെ വെള്ളയിലേക്ക് പോവാം. ഇത് വൈകുന്നേരം സമയമാണ് കേട്ടോ, ഈവനിങ് ടൈം. അപ്പോൾ വൈകുന്നേരത്തെ ചെടിയുടെ വെള്ളം ഒഴിക്കലെല്ലാം കഴിഞ്ഞു. ഇനി നേരെ നമ്മുടെ ടെറസ് കിച്ചണിലേക്ക് ഞാൻ പോകുന്നു. നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം. പച്ചമുളകെല്ലാം ഒന്ന് ഞാൻ വാഷ് ചെയ്തെടുക്കട്ടെ. ക്ലീൻ ഫ്രഷ് ഫ്രം ദ ഫാം. അഭിമാനം തോന്നുമല്ലേ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. സാധാരണയായിട്ട് കൂടുതലും പയറൊക്കെയാണ് നമ്മൾക്ക് എപ്പോഴും അവൈലബിൾ ആവുന്നത്. വെജിറ്റബിൾ കിച്ചൺ ഗാർഡനിലൊക്കെ പയറല്ലേ, നമ്മുടെ നീളം പയർ, അച്ചിങ്ങ പയർ. പക്ഷേ അമരക്കൊന്നും അങ്ങനെ അധികം ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഉണ്ടാവും കേട്ടോ, നന്നായിട്ട് വിള തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ചെയ്യാൻ പോണ കാര്യം എന്ന് വെച്ചാൽ, ഇതിന് കുറച്ചുകൂടെ വേഗം കൂടുതലുള്ളതാണ്. അപ്പോൾ ഇത് കുഞ്ഞതായിട്ട് അരിയണം. പിന്നെന്താ, പച്ചമുളകും കൂടി എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ. സവാള ഞാൻ ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. വലിയ സവാളയാണെങ്കിൽ 1 അല്ലെങ്കിൽ 2. ഇത് 2 അരിയാനുള്ള കാര്യം. ഇനി അരയ്ക്കാനുള്ള കാര്യവും എടുത്ത് വയ്ക്കാം. ഏതാണ്ടൊക്കെ അടുപ്പിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുണ്ട്. അപ്പോൾ ഒരു കാര്യം, സവാള ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് ഞാൻ 2 എടുത്തു. പച്ചമുളകിൻ്റെ കാര്യത്തിൽ നോക്കിക്കോളൂ. ഇത് നമ്മൾ അരപ്പിന് വേണ്ട കാര്യം. ഇത് 1 കപ്പ് തേങ്ങ ചിരകിയത്. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ 2 മതി. ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് ഒരു 4. ഓക്കെ,
പിന്നെ ഇതൊരു 3/4 ടീസ്പൂൺ നല്ല ജീരകം. ഇനി പച്ചമുളക് നമുക്ക് ഒരു 2 വലിയ പച്ചമുളക് എടുക്കാം. എരിവിനനുസരിച്ചിട്ടാണ്. ഓക്കെ, അത് 2 ഇരുന്നോട്ടെ. ഇത്രയാണ് നമ്മൾ അരയ്ക്കാനുള്ളത്. അതിനകത്തേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഒരല്പം മതി. കാര്യം ഇനി അമരക്കയിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കും. അരപ്പിനാവശ്യമുള്ളൊരു 1/4 ടീസ്പൂൺ. ഓക്കെ. പിന്നെ ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റെ കാര്യം പറഞ്ഞല്ലോ. അതെന്താ അറിയാമോ? അതായത് തോരൻ പരിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പാറിലൊക്കെ ഉപയോഗിക്കുന്ന പരിപ്പാണ്, ദാൽ. അത് വേവിച്ച് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് പ്രത്യേകം വെക്കണം. അത് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചു. അധികം വെന്തിങ്ങനെ കുഴഞ്ഞു പോരുത്. തോരൻ പാകത്തിന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് കുക്കറിലൊന്നും ഇടണ്ട, അല്ലാണ്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് കുറച്ച് നേരം തിളപ്പിച്ച് കഴിയുമ്പോൾ കറക്റ്റ് പാകത്തിന് നമുക്ക് വെള്ളത്തിൽ നിന്നും ഊറ്റിയെടുക്കാം. അതേ നോക്കിക്കോളും. ഇതിപ്പോൾ ഇത്രയുണ്ട്. ഞാനിപ്പോൾ ഇത്ര എടുത്ത് വെച്ചു. നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കും. ഇതിപ്പോൾ ഞാൻ 3/4 എടുത്ത് വെച്ചിട്ടുണ്ട്, 3/4 കപ്പ്. ചിലപ്പോൾ ഞാൻ ഇതും കൂടി ചേർക്കും. അത് ടോട്ടൽ ഫൈനലിൽ നമുക്ക് തീരുമാനിക്കാം. ഓക്കെ. ഈ തോരൻ പരിപ്പും കൂടെ ചേർത്തിട്ട് ഈ ചീനി അമരക്ക തോരൻ വെച്ച് കഴിഞ്ഞാൽ എക്സലൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി അരിഞ്ഞ് തുടങ്ങാം. അതായത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു 1/4 കിലോ എന്തായാലും വരുമെന്ന് എനിക്ക് തോന്നുന്നു. യെസ്, വരണം. ഓക്കെ, ഇതിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്യും, ഈ ഭാഗവും കട്ട് ചെയ്യും. എന്നിട്ട് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ട്. നല്ല പിഞ്ചെന്ന് പറയുമ്പോൾ നല്ല ടെൻഡറാണ്, ഒരു കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്യാം, 3-4 ഒന്നിച്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ബീൻസൊക്കെ അരിയില്ല അതുപോലെ. ഓക്കെ, എന്ത് ടെൻഡറാണ്, നല്ല സ്മൂത്തായിട്ട് പോകുന്നതാണ്. നമ്മുടെ ഓർഗാനിക് പച്ചക്കറിയാണ്. വളമൊന്നും ഞാൻ അങ്ങനെ മരുന്നൊന്നും അടിക്കുന്നതല്ലല്ലോ. പക്ഷേ നല്ല നീറ്റായിട്ടിരിക്കുന്നു. എന്തോ ഭാഗ്യത്തിന് കീടങ്ങളൊന്നും വന്ന് നമ്മുടെ അമരക്കയെ തൊട്ടിട്ടില്ല. ഇതൊക്കെ ഒരു ഭാഗ്യം കൂടിയാണ് കേട്ടോ. നമ്മളിനി എത്ര നോക്കിയാലും ചില സമയത്തൊക്കെ കീടങ്ങളുടെ, അതായത് ചെറിയ പ്രാണികളും ഒക്കെ ശല്യം ഉണ്ടാകാറുണ്ട്, ഉറുമ്പിൻ്റെ. പക്ഷേ ഇതിലെന്തോ ഭാഗ്യത്തിന് വന്നില്ല ഇതുവരെ. ടച്ച് വുഡ് വരാതിരിക്കട്ടെ അല്ലേ. ഓക്കെ, അപ്പോൾ അമരക്ക അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് സവാള അരിയാം. ചെറിയ ഉള്ളി ആണെങ്കിലും നല്ലതാണ്, പക്ഷേ ചെറിയ ഉള്ളി കുറേ വേണ്ടേ. അപ്പോൾ നമ്മളത് തൊലിക്കുന്നതൊക്കെ ഇച്ചിരി പാടല്ലേ. അത് കാരണം സവാള മതി. സവാള ആണെങ്കിലും നല്ലത് തന്നെ. അപ്പോൾ നമ്മുടെ അരിയൽസ് എല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഉണ്ടാക്കി തുടങ്ങാം. ഓക്കെ, അങ്ങനെ ചീനി അമരക്ക തോരൻ തയ്യാറാക്കാം. അപ്പോൾ തോരൻ വയ്ക്കാൻ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, പക്ഷേ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയും കൂടിയാണ് ഞാനിത് ചെയ്ത് കാണിക്കുന്നത്. ഇപ്പോൾ ഇത് ചീനി അമരക്ക, അതുപോലെ തന്നെ ബീൻസ് ആണെങ്കിലും പയറാണെങ്കിലും എന്താണെങ്കിലും ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക. പിന്നെ ചീനി അമരക്ക ആണ് ഇങ്ങനെ പരിപ്പും കൂടി ഇട്ട് ഉണ്ടാക്കിയാൽ കൂടുതൽ ടേസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ കൊള്ളാവുന്നൊരു കാര്യമാണ് എന്താ പറയുക, പടവലങ്ങയും ഇതുപോലെ പരിപ്പ് ചേർത്ത് തോരൻ വെച്ചാൽ വളരെ നല്ലതാണ്. അങ്ങനെ ചില കാര്യങ്ങളുമായിട്ടാണ് ഈ പരിപ്പ് നല്ലൊരു കോംബോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇനി പാത്രമൊക്കെ എടുക്കട്ടെ. അപ്പോൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണയിൽ താളിച്ച് നമുക്ക് ഈ കാര്യങ്ങൾ സവാളയും അമരക്ക ഇട്ടൊന്ന് വഴറ്റണം. അതാണ് ആദ്യത്തെ കാര്യം. പിന്നെ ഇത് നോക്കി, നമ്മുടെ വറ്റൽ മുളക് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇവിടുത്തെ പഴുത്ത മുളകെടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കുന്നു. ഇങ്ങനെ പല സ്റ്റേജസ് ആയിട്ട് ഞാനിങ്ങനെ ഉണക്കിയെടുക്കുകയാണ്. അതേ നോക്കിയേ, നല്ല ഒന്നാന്തരം വറ്റൽ മുളകായിക്കൊണ്ടിരിക്കുന്നുണ്ടോ. നമ്മുടെ സ്വന്തം പച്ചമുളക് വറ്റൽ മുളകായി മാറുന്ന കാഴ്ച. ഇതൊരു സെറ്റ്. ഇതുപോലെ ഒരു 2 സെറ്റും കൂടി ഇങ്ങനെ ഉണങ്ങിക്കൊണ്ടിരിക്കുക. പല സ്റ്റേജസിലാണ്. ഇതുപോലെ ഡ്രൈ ആയിട്ട് നല്ല എന്താ പറയുക, ഡ്രൈ ആയി കഴിയുമ്പോൾ ഞാൻ ഇതുപോലെ കുപ്പിയിലാക്കി സൂക്ഷിക്കുന്നു. ഇത്രയും 2 സെറ്റും കൂടി ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി വരുമ്പോൾ എനിക്കൂടെ ഒരു 1/2 കിലോ വറ്റൽ മുളക് കിട്ടി. ഇത് തന്നെ ഏകദേശം ഒരു 100 ഗ്രാമിൽ കൂടുതൽ വരും, 100-150 ഗ്രാം വരും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ താളിക്കാൻ പോകുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം, നോക്കിക്കോളൂ. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതിയാവും. ഇത്രയല്ലേ ഉള്ളൂ. എണ്ണ ചൂടായി, കംപ്ലീറ്റ് പൊട്ടട്ടെ. തീയൊരൽപ്പം കുറയ്ക്കുവാണ്. ഇനി നമ്മുടെ സ്വന്തം മുളകായത് കൊണ്ട് ഒരു 4 എണ്ണം ഞാൻ ഇടാൻ പോകും, 3-4. ഓക്കെ, ഇനി കുറച്ച് കറിവേപ്പില, ആദ്യം സവാള.
ഇതിൻ്റെ കൂടെ ഇനി നമുക്ക് അമരക്കയും കൂടി ചേർക്കാം. ആദ്യത്തെ ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ വഴറ്റണം. തവി ഒന്ന് മാറ്റിയിട്ടുണ്ട്, ഇളക്കുന്ന സ്പാറ്റില. ഇനി ഇതിനകത്തേക്ക് 2-3 മിനിറ്റ് ഇങ്ങനെ വഴറ്റിയാൽ മതി. ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കാര്യം അരപ്പിലും നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കും, കുറച്ച് പീസസിലും കിട്ടുന്ന രീതിയിൽ ഒരല്പം 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കാം. ആക്ച്വലി മുളക് പൊടിയുടെ ആവശ്യം ഇല്ല, എങ്കിലും ഭയങ്കര യെല്ലോയിഷായി പോകും അല്ലെങ്കിൽ. ഓക്കെ, ഒരല്പം മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കംപ്ലീറ്റ് വേണമെന്നില്ല, 1/4 ടീസ്പൂണിൻ്റെയും 1/2 ടീസ്പൂണിൻ്റെയും ഇടയ്ക്ക്. ഇനി ഒരല്പം ഉപ്പും കൂടി ചേർക്കാം, ആവശ്യമുള്ള ഉപ്പ്. ഒരല്പം വെള്ളവും കൂടി തളിച്ചിട്ട്, ഇത് ഇച്ചിരി വേഗമുള്ള കാര്യമാണ് ഈ അമരക്ക. സാധാരണ പയറ് പോലെയല്ല, കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരല്പം വെള്ളം, ഒരുപാട് വേണ്ട. ഇനി പാത്രം ഒന്ന് അടച്ചിടാം. ഞാനൊന്ന് അടുപ്പ് മാറ്റുന്നു, ഇത് ഇച്ചിരി കൂടുതലാണ്. ഓക്കെ, ചെറിയ തീയിലേക്ക് മാറ്റാം. അതൊന്ന് ആവിയും കൂടി വന്നിട്ട്, കുറച്ച് വെള്ളമുണ്ടല്ലോ, എന്തായാലും അടിക്കൊന്നും പിടിക്കില്ല, പാകത്തിന് വേകട്ടെ. ഈ സമയം നമ്മൾ എന്താ ചെയ്യാൻ പോണേ, നമ്മളതിനെ അരപ്പ് ഞാൻ കാണിച്ചു തന്നല്ലോ. തേങ്ങ, 2 പച്ചമുളക്, പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് ഒരു പച്ചമുളകായാലും മതി. ഇച്ചിരി മുളക് പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്, പിന്നെ ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി കുറച്ച്. ഒന്ന് ചതച്ചെടുത്താൽ മതി. തോരനല്ലേ, തോരൻ പാകം എന്ന് പറഞ്ഞാൽ ഒന്ന് ചതക്കേ ചെയ്യാവുള്ളൂ, അരയരുത്. പച്ചമുളകിനെ ഒന്ന് മുറിച്ചിടാം. അതെ, ഇപ്പം ഞാനൊരു 1.5 പച്ചമുളക് ഇടുന്നു, കാര്യം അത് നല്ല എരിവ്, കുഴപ്പമില്ലാത്ത എരിവ്. ഇനി ചെയ്താലേ അവിയലിൻ്റെ പാകമാവും. തോരൻ പാകം ജസ്റ്റ് 2 അടി അടിച്ചാൽ മതി മിക്സിയിൽ. അമ്മിക്കല്ലാണെങ്കിൽ നമുക്ക് താഴത്തെ കിച്ചണിലാണെങ്കിൽ ഞാൻ അമ്മിക്കല്ലിൽ ചതച്ചെടുക്കുമായിരുന്നു, പക്ഷേ ഇതിപ്പോൾ മേളിലല്ലേ. വീട്ടിലേക്ക് തോരനൊക്കെ ഉണ്ടാക്കുന്ന സമയം താഴത്തെ കിച്ചണാണല്ലോ, അപ്പോൾ നമ്മൾ അമ്മിക്കല്ലിൽ ചതച്ചെടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ ടെറസ് ഗാർഡനിൽ നിന്നല്ലേ സാധനങ്ങളൊക്കെ പറിച്ചത്. അപ്പോൾ അതെ, കറക്റ്റ് വെന്തിട്ടുണ്ടാകും. ഒരു 10 മിനിറ്റ് സമയം, തുറക്കട്ടെ, നോക്കിക്കോളൂ. യെസ്, ഓക്കെ. ഒരല്പം വെള്ളത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സ്റ്റേജിൽ, ഇത് സാധാരണ പയർ അങ്ങനെ പോലെയല്ല, ഇതൊന്നും അങ്ങനെ കുഴഞ്ഞു പോകുന്ന കാര്യമല്ല, ഇതങ്ങനെ തന്നെ ഇരിക്കും. ഇനി ഇതിനകത്തേക്ക് അരപ്പിനെ കവർ ചെയ്ത് വയ്ക്കും. പ്ലസ് ആവി കയറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന തോരൻ പരിപ്പും ചേർക്കാം. ഇത് അങ്ങ് വെന്ത് കുഴഞ്ഞ പോലെയല്ല, കറക്റ്റ് വേഗിന് വേവിച്ചെടുത്താണ്. ഇപ്പോൾ ഒരു കറക്റ്റ് പാകത്തിന്. അപ്പോൾ ഇച്ചിരി ഒരു ആവിയും കൂടെ കയറി കഴിയുമ്പോൾ അത് പെർഫെക്റ്റായിട്ട് വരും. ഇനി വെള്ളം അങ്ങനത്തെ കാര്യം ഒന്നും വേണ്ട, ഇതിൽ ആവശ്യത്തിന് ഈർപ്പമുണ്ട്. വീണ്ടും അടച്ചിടുന്നു, ഒരു 5 മിനിറ്റ്സ് കിടക്കട്ടെ. നന്നായിട്ട് ആവി വരണം, അപ്പോൾ ആ ഒരു അരപ്പിൻ്റെ പച്ച ചുവയും എല്ലാം പോകും. പിന്നെ ആ പരിപ്പിൻ്റെ ഒരു വേഗം കൂടെ അങ്ങോട്ട് വേഗവും ചെയ്യും, പെർഫെക്റ്റ് ആവും. അപ്പോൾ കുഴഞ്ഞൊന്നും പോവില്ല, പെർഫെക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ തോർത്തിയെടുക്കാം, ഇളക്കി 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 റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഏതൊരു തോരനും ഉണ്ടാക്കാം. പക്ഷേ പരിപ്പ് ചേർക്കുന്ന തോരൻ എന്ന് പറയുമ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇതുപോലെ അമരക്ക, ചീനി അമരക്ക, പടവലങ്ങ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനത്തെ കാര്യത്തിനാണത് കൂടുതൽ നല്ല കോമ്പിനേഷൻ. പിന്നെ ഒരു സത്യം പറയാം, ഈ അമരക്ക എന്ന് പറയുന്ന പച്ചക്കറി എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, അത് പറിക്കാൻ ഇഷ്ടമായിരുന്നു, ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ കഴിക്കുന്ന ഒരു വെജിറ്റബിൾ അല്ല, എൻ്റെ ഒരു ഫേവററ്റ് അല്ല. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ടേസ്റ്റ് ചെയ്യും എന്തായാലും. പടവലങ്ങ എൻ്റെ ഫേവററ്റ് അല്ല കേട്ടോ, പക്ഷേ എല്ലാം ഞാൻ ഉണ്ടാക്കുമല്ലോ, അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ഈ പച്ചക്കറിയും എല്ലാം. എത്ര പേർക്ക് ഇഷ്ടം അറിയാമോ? എല്ലാവർക്കും ഇഷ്ടം, ഈ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. ബോയിച്ചേട്ടന് വലിയ ഇഷ്ടമാണ്, എനിക്കത്ര ഫേവററ്റ് അല്ല. പക്ഷേ എന്തായാലും നമുക്കിവിടെ ഒരു മരമുള്ളപ്പോൾ, മരമല്ല ചെടിയുള്ളപ്പോൾ എന്ത് സന്തോഷമാണല്ലേ പറിച്ചുണ്ടാക്കാൻ. ഇവിടെ ഇഷ്ടമുള്ള കാര്യമാണല്ലോ. അക്ഷമയായി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു അടുത്ത 5 മിനിറ്റിന്. ഇപ്പോൾ അതെ അകത്തുനിന്ന് നിറച്ച് ആവി കയറി ഇങ്ങനെ ബിൽഡപ്പ് ആവുന്ന കാണാം. ഇനി ഞാൻ തുറക്കാൻ പോകും, എന്തായാലും തുറക്കാം. ഓക്കെ, നോക്കിക്കോളൂ.
യെസ്, കണ്ടല്ലോ. ഇനി നമുക്ക് ഇളക്കാം. എല്ലാ ഭാഗത്തേക്കും അരപ്പ് പോകുന്ന രീതിയിൽ. അങ്ങനെ നമ്മളുടെ അമരക്ക, ചീനി അമരക്ക പരിപ്പ് തോരൻ സെറ്റായി വരുന്നുണ്ടോ? ഉപ്പിച്ചിരി കുറവായിരിക്കും, നോക്കിയിട്ട് ഇച്ചിരി ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു അല്പം ഞാൻ ചേർത്തിരുന്നുള്ളൂ. ഇനി ഇച്ചിരി കൂടെ ഒന്ന് തോർന്ന് വരണം. അപ്പോൾ ഇതിങ്ങനെ ഓപ്പണാക്കിയിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് തോർത്തി എടുക്കാം. കുറച്ച് നല്ലോണം കുറവുണ്ട് ഉപ്പ് ചേർക്കാം. എല്ലാ കാര്യങ്ങളും പാകത്തിന് വെന്തിട്ടുണ്ട്. നോക്കി കാണുമ്പോൾ തന്നെ അറിയില്ലേ, ടേസ്റ്റി. അങ്ങനെ തോരൻ തോർന്ന് വരാനായിട്ട് ഞാൻ ഇങ്ങനെ അടുപ്പിലിട്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ഇങ്ങനെ റെഡി. ഇനി മതി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പരിപ്പും കാണണം, തീ ഓഫ് ചെയ്തു, പിന്നെ അമരക്കയുടെ പീസ് കാണണം, അതിൻ്റെ അരപ്പും കാണണം. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു വെള്ള പ്ലേറ്റിലേക്ക് കോരി വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു കോൺട്രാസ്റ്റ് നല്ല ഭംഗിയായിട്ട് കാണാം. ചീനി അമരക്ക തോരൻ റെഡി. എടുത്ത് വയ്ക്കട്ടെ. തോരൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ഉതിർന്ന് വീഴുന്ന ഒരു പാകം, കുഴഞ്ഞല്ല ഇരിക്കേണ്ടത്. അപ്പോൾ ആ ഒരു പാകത്തിനാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ തോരൻ റെഡി. നമ്മുടെ പാത്രങ്ങളെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാം. പിന്നെ ഇതിൻ്റെ സ്വാദ് വളരെ ഗംഭീരമായിരിക്കും. ഞാൻ അമരയ്ക്ക അത്ര ഇഷ്ടപ്പെടുന്ന ആളല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിലൊരു തകരാറ്. ഇഷ്ടപ്പെടുന്നവർക്ക് എക്സലൻ്റ് ആയിരിക്കും. കാര്യം അത് ഉണ്ടാക്കുമ്പോൾ തന്നെ എനിക്കറിയാം അതിൻ്റെ രുചി എന്തായിരിക്കും, അതിൻ്റെ ടേസ്റ്റ് പെർഫെക്റ്റ്. ഒരു നല്ല ഇത് ഇത്രയും തോരൻ എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിക്ക് ആവശ്യത്തിനുണ്ട്. ഒരു 5 പേരുള്ള ഫാമിലിക്കും 5 or 6 പേർക്ക് കഴിക്കാം. തോരൻ നമ്മൾ ഒരുപാട് പേര് കഴിക്കില്ലല്ലോ, സൈഡ് ഡിഷല്ലേ ചോറിൻ്റെ കൂടെ. പക്ഷേ ഇങ്ങനെ ഒരു തോരൻ ഉണ്ടാക്കിയാൽ നമുക്കൊരു ഒഴിച്ചു കറിയും ഒരു അച്ചാറും മാത്രം മതി ചോറുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിച്ച് നോക്കുക, എക്സലൻറ്റ്, ഭയങ്കര സ്വാദായിരിക്കും. ഞാൻ ഇച്ചിരി എന്തായാലും കഴിക്കുന്നുണ്ട്. വെരി ടേസ്റ്റി. ശരിക്കും പറഞ്ഞാൽ അമരക്കാതെ എൻ്റെ വായിൽ വന്നിട്ടില്ല. പരിപ്പും അരപ്പും എല്ലാം കുറച്ച് അമരക്ക 3-4 പീസും കൂടിയൊക്കെ ചേർന്ന് വന്നപ്പം എക്സലൻറ്റ്, വെരി നൈസ്, ഇഷ്ടമായി. ഈ തോരൻ എന്തായാലും ബോയിച്ചേട്ടന് സന്തോഷമാവും. കാര്യം ഇതിപ്പോൾ പുള്ളിക്കാരി രാത്രി ചപ്പാത്തിയാണ് കഴിക്കുന്നത്. ഇപ്പോൾ രാത്രിയാണല്ലോ ഇത് ഞാൻ ചെയ്തത്, വൈകുന്നേരത്തിന് ശേഷമാണ്. എങ്കിലും ചപ്പാത്തിയുടെ കൂടെയും ഉച്ചക്കലത്തെ കറിയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ നല്ല ഫ്രഷായിട്ട്, ഉച്ചക്കലത്തെ കറിയല്ലോ, ഉച്ചയ്ക്ക് നമ്മളിപ്പോൾ ഫ്രഷായിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയല്ലേ, അപ്പോൾ ഇതുകൊണ്ട് കൊടുക്കാം. ഓക്കെ. എനിക്ക് സാധാരണ കുക്ക് ചെയ്യുമ്പോൾ വലിയ സന്തോഷമാണ്. സാധാരണ എന്ത് കുക്കിങ്ങും എനിക്കിഷ്ടമാണല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ വളരെ എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. ഇത് ചെയ്തപ്പോൾ ഒരു ഡബിൾ എൻജോയ്മെൻ്റ് ആണ്. കാരണം എന്താ, നമ്മൾ വളർത്തിയ നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ചെടിയിൽ നിന്നും പറിച്ച് ചീനി അമരക്ക വെച്ച് ചെയ്യുമ്പോൾ അതിനൊരു സന്തോഷമില്ലേ. അതുകൊണ്ട് ഡബിൾ ഹാപ്പിനെസ് ആണ് കേട്ടോ. ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലും സോറി അമരയ്ക്ക്, നമ്മുടെ സ്വന്തം അമരയ്ക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ശരിയല്ലോ. അപ്പോൾ ഇനി തൊട്ട് ഞാൻ കുറേശ്ശെ അമരയ്ക്കൊക്കെ കഴിച്ച് തുടങ്ങാൻ പോവാണ്. എന്തായാലും സന്തോഷം. അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാമല്ലോ. വീട്ടിലെല്ലാവർക്കും ചിലപ്പോൾ അമരയ്ക്കയുടെ ചെടി ഉണ്ടാവണമെന്നില്ലല്ലോ. പക്ഷേ അമരയ്ക്ക, പടവലങ്ങ എല്ലാം ഇതേ മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാം. പിന്നെ ഏത് തോരനാണെങ്കിലും ഈ ഒരു അരപ്പ് തന്നെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് എനിക്ക് തരിക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം, ലൈക്ക്, കമൻറ്റ്, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ എന്താണ്, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. ആദ്യമായിട്ടൊക്കെ വരുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ലല്ലോ കാണുന്നത്, ചിലപ്പോൾ റാൻഡമായിട്ട് കാണുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മുടെ LN വ്ളോഗ്സ് എന്നുള്ള നമ്മുടെ ബ്യൂട്ടിഫുൾ ഫാമിലിയുടെ ഭാഗമാകുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.